റിപ്പോർട്ട് ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് ആഭ്യന്തര വകുപ്പിന്റെ മുമ്പിൽ എത്തിയിട്ടില്ല. DGPയുടെ കയ്യിലാണ് ഇരിക്കുന്നത്. അത് അവിടുന്ന് മുന്നോട്ട് പോയിട്ടില്ല എന്നുള്ളതാണ്. DGPയുടെ റിപ്പോർട്ട് വന്നു കഴിഞ്ഞാൽ നടപടിയെടുക്കും എന്ന രീതിയിലാണ് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറയുകയും ചെയ്തിരിക്കുന്നതെന്ന് തോന്നുന്നു. പക്ഷെ ഇതൊക്കെ വളരെ സില്ലി എക്സ്ക്യൂസസ് എന്ന് പറയേണ്ടി വരും. കാരണം വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കേസായിട്ട് നമ്മൾ കണ്ടിരുന്ന ഒരു കാര്യമാണ്. ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് തൊട്ട് പിറകെ ഒരു SITയെ നിയോഗിച്ച് വളരെ കാര്യക്ഷമമായി ആ ഇതിലേക്ക് പോയ അന്വേഷണത്തിലേക്ക് പോയ സമയത്ത് നമ്മളെല്ലാവരും തന്നെ പറഞ്ഞിരുന്നു വളരെ നല്ലൊരു കാര്യമാണ്, എടുത്ത തീരുമാനമായിരുന്നു. അതെ, വളരെ നല്ല കാര്യമാണ്, അത് അന്വേഷിക്കപ്പെടേണ്ടത് തന്നെയാണ്. കാരണം നമ്മൾ വളരെ പ്രത്യക്ഷത്തിൽ കാണുന്ന ഒരു മർദ്ദനമായിരുന്നല്ലോ, വളരെ ക്രൂരമായ അറ്റാക്ക് ആയിരുന്നല്ലോ ഈ ഇവരുടെ ഭാഗത്തുനിന്നുണ്ട്, ഗവൺമെന്റ്മാരുടെ ഭാഗത്തുനിന്നുണ്ടായത്. അപ്പൊ അതുകൊണ്ട് അതങ്ങനെ വെറുതെ വിട്ടുകൂടാ എന്നുള്ളൊരു തോന്നൽ പൊതു മനസാക്ഷിക്കുണ്ട് കേരളത്തിന്റെ. അപ്പോ അതിനകത്ത് നടന്നിട്ടുള്ള മറ്റൊരു കള്ളക്കളി, ആ കള്ളക്കളി പച്ചയായിട്ട് എല്ലാവർക്കും മനസ്സിലാവുന്ന തരത്തിലുള്ളതായിരുന്നു. അത് അങ്ങനെ തന്നെ കാണാനും കഴിയുമായിരുന്നു. അതിന് പുറമെയാണ് ഒരു SIT, അത് പ്രത്യേക അന്വേഷണ സംഘം അക്കാര്യത്തിൽ നടത്തിയ അന്വേഷണ റിപ്പോർട്ടിൽ ഇത് വരുന്നത്, ആ റിപ്പോർട്ട് ഗവൺമെന്റിന് മുന്നിലെത്തുന്നത്. അപ്പൊ ഈ അന്വേഷണം നടത്താൻ കാണിച്ച ആ തിടുക്കം എന്താ ഈ കാര്യത്തിൽ ഒരു നടപടിയിലേക്ക് കടക്കുമ്പോൾ ഇല്ലാത്തത്? യഥാർത്ഥത്തിൽ അതിലെ മറ്റ് പ്രതികളെ അവര് ശരിയാണ്, നേരിട്ട് ഗവൺമെന്റ്മാരെ സസ്പെൻഡ് ചെയ്തു, അവരെ സ്ഥാനങ്ങളിൽ നീക്കി, അവർക്കെതിരെ കേസുണ്ട്, അത് മുന്നോട്ട് പോവുകയാണിപ്പോൾ. പക്ഷേ അതിലും ഉപരിയായ ഒരു കാര്യമാണല്ലോ, അതിലും വലിയൊരു ഒരു കുറ്റകൃത്യമാണ് അജിത് കുമാറിന്റെ ഭാഗത്ത് നിന്ന് ഈ റിപ്പോർട്ട് പ്രകാരം ഉണ്ടായിട്ടുള്ളത്. കാരണം അത് തേച്ചു മാച്ചു കളയാൻ, അതിൽ എവിഡൻസ് നശിപ്പിക്കാൻ, അതിൽ കേസ് ഡയറി തിരുത്താൻ ഒരു നമ്മൾ ആലോചിക്കേണ്ടത് പോലീസിന്റെ തലപ്പത്തുള്ള ADGP സ്ഥാനത്തിരുന്നു കൊണ്ട് ഒരാൾ ചെയ്ത ആ കൃത്യം, അതിനല്ലേ ഏറ്റവും വലിയ ശിക്ഷ വേണ്ടത്. ഇല്ലെങ്കിൽ ആളുകളെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഇക്കാര്യത്തിൽ മനസ്സിലാക്കേണ്ടത്? ഇവർക്കൊക്കെ തോന്നുന്നത് പോലെ എന്തും ചെയ്തു കൂട്ടാം. ഈ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് അവരുടെ ഇഷ്ടപ്രകാരം എന്ന് പറഞ്ഞാൽ അന്നത്തെ മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായ പിണറായി വിജയന്റെ നിർദ്ദേശ പ്രകാരമാണ് അത് ചെയ്തത് എന്നതുവരെ സംശയരഹിതമായ കാര്യമാണ് എല്ലാവരെ സംബന്ധിച്ചിടത്തോളം. അതാണ് നടന്നത്. ആ നടന്ന സംഗതിക്ക് ഒരു പരിഹാരം ഉണ്ടാവുന്നില്ല, അതിനകത്തൊരു നടപടി ഉണ്ടാവുന്നില്ല എന്ന് പറഞ്ഞാൽ ഈ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ നാണക്കേടുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. പ്രത്യേകിച്ചും അവരുടെ MLA, ഇന്നത്തെ MLA ആണ് അന്ന് മർദ്ദിക്കപ്പെട്ടത്. AD തോമസ് MLAയും വേറൊരു യൂത്ത് കോൺഗ്രസിന്റെ മുതിർന്ന നേതാവുമാണ് അന്ന് മർദ്ദിക്കപ്പെട്ടത്. അപ്പൊ അക്കാര്യത്തിൽ ഒരു സംശയമില്ല. ആ റിപ്പോർട്ട് വന്നിട്ടില്ല, കിട്ടാൻ പോകുന്നേ ഉള്ളൂ, കിട്ടിക്കഴിഞ്ഞാൽ എടുക്കാമെന്നൊന്നും പറഞ്ഞാൽ കാര്യമില്ല. ആ റിപ്പോർട്ട് DGPയുടെ കയ്യിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അത് ഇമ്മീഡിയറ്റ് ആയിട്ട് ആഭ്യന്തര വകുപ്പിന്റെ മുമ്പിലെത്തി അതിനകത്ത് നടപടിയിലേക്ക് പോകേണ്ടതാണ്. അപ്പൊ അല്ലെങ്കിൽ ഇവർ പറയണം ADGP അജിത് കുമാറിന്റെ ഭാഗത്ത് നിന്ന് ഒരു തെറ്റും ഉണ്ടായിട്ടില്ലെന്ന്. അത് പറയട്ടെ, തെറ്റുണ്ടായിട്ടില്ല, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അന്വേഷണത്തിൽ അതാണ് വ്യക്തമാവുന്നതെന്ന് ഇവര് പറയട്ടെ. അത് നമുക്ക് വേറെ രീതിയിൽ കൈകാര്യം ചെയ്യാം. ഇല്ലെങ്കിൽ ഈ മൗനവും ഈ അലസതയും ഈ മന്ദഗതിയിലുള്ള നീക്കവും തെളിയിക്കുന്നത് നേരത്തെ ദിവ്യ പറഞ്ഞ പോലെ ഇത് അജിത് കുമാറിനുള്ള ഒരു രക്ഷാപ്രവർത്തനമായിട്ടാണ്. കാരണം 31 എന്ന് പറയുന്ന ഡേറ്റ് വളരെ പ്രധാനമാണ്. 31-നാണ് ഇദ്ദേഹത്തിന്റെ ഈ പറയുന്ന പ്രൊമോഷൻ വരേണ്ടത്. DGP സ്ഥാനക്കയറ്റം കിട്ടിക്കഴിഞ്ഞാൽ അവിടെ ഫയർഫോഴ്സ് മേധാവിയുടെ അവിടെ വിരമിക്കുന്നുണ്ട്, അതിലേക്ക് നിയമിക്കപ്പെടാനാണ് ഇരിക്കുന്നത്. അത് സംഭവിച്ചു കഴിഞ്ഞാൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇത്രയും ഗുരുതരമായ ഒരു തെറ്റുവരുത്തിയ ഒരു ഉദ്യോഗസ്ഥനെ ആദരിക്കുന്ന അവസ്ഥയിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ സർക്കാരിന് വരാൻ പോകുന്ന ഏറ്റവും വലിയൊരു കളങ്കമായിരിക്കും അത് എന്നുള്ള കാര്യത്തിൽ സംശയം.